2021 മെയ് മാസത്തിൽ അധികാരത്തിലേറിയ LDF സർക്കാരിൻ്റെ 4ാം വർഷം പൂർത്തിയാവുകയാണ്. അതിൻ്റെ ഭാഗമായി 4 വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട പരിപാടികളാണ് ഓരോ ജില്ലയിലും ഇപ്പോൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ 2021 മെയ് മാസത്തിൽ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികമാണെങ്കിലും 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരിൻ്റെ തുടർച്ച എന്ന നിലക്കാണ് 2021 ജനങ്ങൾ തുടർഭരണം LDF സർക്കാരിനെ ഏൽപ്പിച്ചത്. അപ്പം അങ്ങനെ നോക്കിയാൽ 2016 മുതൽക്കുള്ള 9 വർഷം പൂർത്തിയാക്കി 10ാം വർഷത്തിലേക്ക് കടക്കുന്നു. അങ്ങനെയും അത് എടുക്കാവുന്നതാണ്. ഈ 9 വർഷക്കാലവും കേരളത്തിൽ LDF സർക്കാർ സ്വീകരിച്ച പ്രത്യേക രീതിയുണ്ടായിരുന്നു. 2016 തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ LDF പുറത്തിറക്കിയ പ്രകടന പത്രിക, 2021 LDF പുറത്തിറക്കിയ പ്രകടന പത്രിക, ഈ പ്രകടന പത്രികകളിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാക്കി, ആ പരിശോധന ഓരോ വർഷവും നാം നടത്തിയിരുന്നു. അതിൽ ജനങ്ങളും പങ്കാളികളായിരുന്നു. ഓരോ വർഷവും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് നടപ്പാക്കി എന്ന് വിശദമാക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് സർക്കാർ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിരുന്നു. അത് പരിശോധിക്കാൻ ജനങ്ങൾക്കും അവസരം കിട്ടിയിരുന്നു. 600 ഇനങ്ങളായിരുന്നു 2016 പ്രകടന പത്രികയിലുണ്ടായിരുന്നത്. 2021 ആയപ്പോൾ ആ പ്രകടന പത്രികയിലുള്ള വിരലിലെണ്ണാവുന്നവയൊഴിച്ച് ബാക്കി മുഴുവൻ നടപ്പാക്കി എന്താണ് ഗവൺമെൻറ് കണ്ടത്? പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് നേരിടേണ്ടി വന്ന ഒട്ടേറെ പ്രതിസന്ധികൾ, പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മഹാമാരികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെയുള്ളവയെല്ലാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞു എന്നതാണ് ജനങ്ങൾ പൊതുവെ വിലയിരുത്തിയത്. അതിൻ്റെ കൂടി ഭാഗമായാണ് കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു കാര്യം സംഭവിച്ചത്. തുടർഭരണം എന്നത് കേരളത്തിൽ സംഭവ്യമല്ല എന്നായിരുന്നു പൊതുവായ ധാരണ. എന്നാൽ 2021 കഴിഞ്ഞ 5 വർഷം കേരള ഭരണത്തിന് നേതൃത്വം കൊടുത്ത LDF തന്നെ
21 ശേഷവും ഭരണത്തിൽ തുടരണം എന്ന നിലയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. ഒരു തരത്തിലുള്ള പുതിയ തിരുത്ത് ജനങ്ങൾ വരുത്തുകയായിരുന്നു. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ 2016 കാലം മനസ്സിൽ നിന്ന് അത്ര വേഗം വിട്ടുപോകില്ല. നമ്മുടെ കേരളത്തിൻ്റെ സർവമേഖലയും തകർന്നൊരു കാലമായിരുന്നു അത്. കേരളത്തിലെ ശരാശരി ആളുകളെല്ലാം കരുതിയത് ഈ നാടിന് ഒരു മാറ്റവും സംഭവിക്കില്ല എന്നാണ്. ജനങ്ങൾ പൊതുവെ മാറ്റം ആഗ്രഹിക്കുന്നു, പുരോഗതി ആഗ്രഹിക്കുന്നു, വികസനം ആഗ്രഹിക്കുന്നു. മറ്റ് നാടുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിലെല്ലാം വളരെ പിറകിലാണ് നാം എന്നതിൽ വല്ലാത്തൊരു അമർഷം ജനങ്ങളിലുണ്ടായിരുന്നു. പലരും ഇതൊന്നും മാറാൻ പോകുന്നില്ല, ഇങ്ങനെയായിപ്പോയി നാട് എന്ന രീതിയിൽ ശാപവചനങ്ങൾ ചൊരിയുകയായിരുന്നു. അതിലാണ് മാറ്റം വന്നത്. കടുത്ത നിരാശ മാറി നല്ല പ്രത്യാശയിലേക്ക് ജനങ്ങൾ എത്തിപ്പെട്ടു. ആ മാറ്റം ഓരോ മേഖലയിലും കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഓരോന്നിൻ്റെയും വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഇവിടെ അധ്യക്ഷൻ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വളരെ ചുരുങ്ങിയ പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. നടക്കില്ല എന്ന് കേരളം കരുതിയ പലതും നമ്മുടെ കൺമുന്നിൽ യാഥാർത്ഥ്യമാകുന്നു. ചിലത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു, ചിലത് അതിവേഗതയിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒന്നും നടക്കില്ല എന്നതിനാണ് മാറ്റം സംഭവിച്ചത്.